ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മൂന്നാമത്തെ മൊഡ്യൂളിലെ ലൈൻ ഇൻ്റഗ്രൽ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ലൈൻ ഇൻ്റഗ്രൽ. അപ്പം എന്താണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. എഫ് ബി എ വെക്ടർ. അതിൻ്റെ കമ്പോണൻസ് നമുക്ക് എഴുതാം. എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ. ഇതാണ് നമ്മുടെ വെക്ടർ എഫ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് അനദർ വെക്ടർ ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ സി എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ ഡോട്ട് ഡി ആർ അല്ലേ. അതായത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഐൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയിൻ്റെ കമ്പോണൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ. ഇവിടെ ജെയിൻ്റെ കമ്പോണൻ്റ് എന്താണ്? അതായത് ജെയിൻ്റെ കോഎഫിഷ്യൻ്റ്, അത് എഫ് വൈ. ഇവിടെയോ ഡി വൈ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ്. ഇതാണ് നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി ആർ ഇഫ് എ ഈക്വൽ ടു 2y plus 3i plus xzj plus yz minus x into k along the line joining the origin at the point 2, 1, 1, 2, 1, 1. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇവാലുവേറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി ആർ. ഗിവൺ എ നമുക്ക് തന്നിട്ടുണ്ട്, വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്. along the line joining the origin and the point 2, 1, 1 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ along the line joining the point 0, 0, 0, ദാറ്റ് ഈസ് നമ്മുടെ ഒറിജിനും അതുപോലെ തന്നെ ഈ പോയിന്റ്, അതായത് 2, 1, 1 എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന് അലോങ് ആയിട്ടുള്ള ലൈൻ ഇൻ്റഗ്രലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളത് 12th പഠിച്ചിട്ടുള്ളതാണ്. എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ is equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് നമുക്ക് x1 ആയിട്ട് എടുക്കാം. x1 y1 ഇത് z1, ഇത് x2 y2 ഇത് z2. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്ന് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നോക്കിക്കേ, എക്സ് മൈനസ് എക്സ് വൺ. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ, ദാറ്റ് ഈസ് 2 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വണ്ണിൻ്റെ വാല്യൂ 0 ആണ്, ഡിവൈഡഡ് ബൈ സെഡ് ടുവിൻ്റെ വാല്യൂ 1 മൈനസ് സെഡ് വണ്ണിൻ്റെ വാല്യൂ 0. ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് എക്സ് ബൈ 2 equal to y by 1 equal to z by 1. ലെറ്റ് നമുക്കിതിനെ ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഈക്വൽ ടു ടി, സേ ഇറ്റ് ഈസ് ഈക്വൽ ടു ടി. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 2t, y ഈക്വൽ ടു ടി ആൻഡ് z ഈക്വൽ ടു ടി. അങ്ങനെ എഴുതിക്കൂടെ? എക്സ് ബൈ 2 ഈക്വൽ ടു ടി, അതായത് എക്സ് ബൈ 2 ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2t, അതുപോലെ y ഈക്വൽ ടു ടി ആൻഡ് സെഡ് ഈക്വൽ ടു ടി. നമുക്ക് ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു 2t ആകുമ്പോൾ വി ക്യാൻ റൈറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2dt ആയിരിക്കും. y ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ ഡി വൈ ഈക്വൽ ടു ഡി ടി, സെഡ് ഈക്വൽ ടു ടി ആയതുകൊണ്ട് തന്നെ ഡി സെഡ് ഈക്വൽ ടു എന്താണ്? ഡി ടി ആണ്. ഇനി നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്നതിനെ കംപ്ലീറ്റ് ടിയിലോട്ട് മാറ്റുവാണ് കേട്ടോ.
സോ നോക്കിക്കേ, നമുക്കറിയാം അറ്റ് നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് 0 0 0യും പിന്നെന്താണ് 2 1 1. അപ്പോൾ അറ്റ് 0 0 0യിൽ ടീൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ 0 എന്നല്ലേ കിട്ടുള്ളൂ അല്ലേ? എക്സിൻ്റെ വാല്യൂ 0 ആയാലും വൈൻ്റെ വാല്യൂ 0 ആയാലും സെഡിൻ്റെ വാല്യൂ 0 ആയാലും ടീൻ്റെ വാല്യൂ വിൽ ഓൾസോ ബി 0 അല്ലേ? കാരണം എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 2t ആണ് അല്ലേ? എക്സ് 0 ആകുമ്പോഴത്തേക്കും ടീൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആകും. അതുപോലെ അറ്റ് 2 1 1ൽ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ടി ഈക്വൽ ടു 1 ആണ്. എങ്ങനെ വരും? അറ്റ് 2 1 1 അറ്റ് 2 1 1 നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ടീൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു 2t. അപ്പോൾ 2 ഈക്വൽ ടു 2t, അവിടെ നിന്ന് 2 ക്യാൻസൽ ചെയ്യാം. ടി ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു ടി ആൻഡ് സെഡ് ഈക്വൽ ടു ടി. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും ടീൻ്റെ വാല്യൂ എന്താണ്? 1. വെൻ വൈ ഈക്വൽ ടു 1 ടി ഈക്വൽ ടു 1. ഓൾസോ വെൻ സെഡ് ഈക്വൽ ടു 1 ടി ഈസ് ഓൾസോ ഈക്വൽ ടു 1. അതായത് 2 1 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയാണ്. സോ ദ ലിമിറ്റ്സ് ഓഫ് t from limit of t from 0 to 1, 0 എന്ന് 1 വരെയാണ്. ഓക്കെ, നമുക്കിനി ലൈൻ ഇൻ്റഗ്രൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് എ ഡോട്ട് ഡി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ഡി ആർ. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ഡി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് വെക്റ്റർ എ? വെക്റ്റർ എ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 2y plus 3 into I plus xz j plus yz minus x into k. ഓക്കെ, ഇത് നമ്മുടെ വെക്റ്റർ എ ഡോട്ട് വാട്ട് ഈസ് ഡി ആർ? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണല്ലോ. ഓക്കെ, then a dot vector dr equal to dot product എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2y plus 3 into dx plus xz dy plus yz minus x into dz അല്ലേ? ഐ ഡോട്ട് ഐ ആ ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 2y plus 3 into dx പ്ലസ് ജെയിൻ്റെ കമ്പോണൻസുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് സെഡ് ഇൻറ്റു ഡി വൈ പ്ലസ് അടുത്ത് കെയിൻ്റെ കമ്പോണൻസ്, അതായത് വൈ സെഡ് മൈനസ് എക്സ് ഇൻറ്റു ഡി സെഡ്. ഇത്രയും ചെയ്യാമല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടീയിലോട്ട് മാറ്റാൻ പോവുകയാണ്. കാരണം നമ്മളിവിടെ ടീയിലോട്ടാണ് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ എക്സ് വൈ സെഡിനെ ഞാൻ ടീയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, ടീയിലോട്ട് മാറ്റാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് വൈ? വൈ ഈക്വൽ ടു ടി ആണ്. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, വി ഹാവ് y equal to t. അതുപോലെ തന്നെ x is equal to എന്താണ്? x is equal to 2t. എക്സിൻ്റെ വാല്യൂ 2t ആണ്. അതുപോലെ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? സെഡ് ഈക്വൽ ടു ടി ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇനി നമ്മൾ എക്സിനും വൈക്കും സെഡിനും ടിയിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? സോ 2 into y, that is 2t അല്ലേ? 2t ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്നേരം നമുക്ക് എന്ത് കിട്ടും? 2 into y എന്ന് പറയുന്നത് t ആണല്ലേ? സോ 2 into t plus 3 dx എന്ന് പറയുന്നത് എന്താണ്? dx is 2dt പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2t, z എന്ന് പറയുന്നത് t ഇൻറ്റു ടി, ഡി വൈ എന്ന് പറയുന്നത് ഡി ടി പ്ലസ് വൈ സെഡ്, വൈ എന്ന് പറയുന്നത് ടി, സെഡ് എന്ന് പറയുന്നതും ടി ആണ്, മൈനസ് എക്സ് എന്ന് പറയുന്നത് 2t ആണ്. 2t ഇൻറ്റു ഡി സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഡി ടി. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2t പ്ലസ് 3, ഈ 2 അകത്തോട്ട് മിസ് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 4t പ്ലസ് 6 ഇൻറ്റു ഡി ടി
പ്ലസ് ഇവിടെ എന്ത് കിട്ടും 2t സ്ക്വയർ dt പ്ലസ് ഇവിടെ എന്ത് കിട്ടും t സ്ക്വയർ മൈനസ് 2t ഇൻറ്റു dt. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എല്ലാ ടേമിലും ഒരു dt ഉണ്ടല്ലോ, നമുക്കതൊന്ന് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 4t പ്ലസ് 6 പ്ലസ് 2t സ്ക്വയർ പ്ലസ് t സ്ക്വയർ മൈനസ് 2t ഇൻറ്റു dt ആണല്ലോ. ഇനി 4t മൈനസ് 2t ചെയ്യുമ്പോൾ 2t അടുത്ത ഇവിടെ ഒരു 2t സ്ക്വയർ ഉണ്ട്, ഒരു t സ്ക്വയർ ഉണ്ട്. അന്നേരം നമുക്ക് 3t സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു dt. ഇതാണ് നമ്മുടെ എ ഡോട്ട് ഡി ആർ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇൻ്റഗ്രൽ, ലൈൻ ഇൻ്റഗ്രൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. നൗ വി ഹാവ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ഡി ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ടീൻ്റെ വാല്യൂ 0 മുതൽ 1 വരെയാണ് എൻ്റെ ലിമിറ്റ് പോരുന്നത്. 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 6 ഇൻറ്റു dt. ഇനി ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 3t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ 3 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടി ക്യൂബ് ബൈ 3 പ്ലസ് 2 ഇൻറ്റു ടീൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടി സ്ക്വയർ ബൈ 2 പ്ലസ് 6 ഇൻറ്റു ടി, 6 ഇൻറ്റു ടി ഡി ടി. അപ്പോൾ 6 ഇൻറ്റു ടി ആണ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് 0 മുതൽ 1 വരെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ 3 ക്യാൻസൽ ആണ്. ടിക്ക് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് ഈ 2 ക്യാൻസൽ അഗെയിൻ 1 പ്ലസ് 6. അപ്പം കിട്ടി. മൈനസ് ലോവർ ലിമിറ്റ് ടിക്ക് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആകും. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ വിൽ ബി 8. ഇതാണ് നമ്മുടെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate line integral over c x square dy plus y square dx where c is the path y equal to x from 0, 0 to 1, 1. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അലോങ് ദ പാത്ത് y equal to x ആണ്. ഓക്കെ, സോ along c y equal to x നമുക്കറിയാം. y equal to x ആകുമ്പോൾ dy will be equal to dx ആകും. ആൻഡ് ഓൾസോ x varies from, ഞാൻ എക്സിൻ്റെ ടേംസിലോട്ട് മാറ്റുവാണ്. ഇപ്പോൾ ഡി വൈ ഈക്വൽ ടു ഡി എക്സ് ആകുമ്പോൾ ഒന്നുകിൽ ഡി വൈയിൽ ചെയ്യാം അല്ലെങ്കിൽ ഡി എക്സിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിലോട്ട് മാറ്റുവാണ്. അപ്പോൾ എക്സ് വേരീസ് ഫ്രം, നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 1 പോകുന്നത് ആണല്ലോ. സോ ഇൻ്റഗ്രൽ ഓവർ സി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? എക്സ് സ്ക്വയർ ഡി വൈ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് dx which is equal to integral over c x square dy ക്ക് പകരം ഞാൻ dx എന്ന് കൊടുത്തേ, കാരണം dy തന്നെയാണ് dx എന്ന് പറയുന്നത്, പ്ലസ് വൈ സ്ക്വയർ dx. ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാലോ. which is equal to integral over c x square plus y square into dx which is equal to ലിമിറ്റ് പറഞ്ഞേ 0 to 1 x square പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇനി നോക്കിക്കേ, എക്സ് ഈക്വൽ ടു വൈ തന്നെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ വൈ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. സോ അന്നേരം എന്താകും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ്. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് കൊടുക്കാം 0 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3, അതായത് 2 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 2/3. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി എത്രയാണ്? 2/3. അടുത്ത ക്വസ്റ്റ്യൻ. If a equal to 3x square plus 6y I minus 14yzj plus 20xz square k, evaluate integral over c a dot dr from 0, 0, 0 to 1, 1, 1 along the path x equal to t, y equal to t square, z equal to t cube. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അലോങ് ദ പാത്ത് നമുക്ക് തന്നിട്ടുണ്ട് x equal to t, y equal to t square and z equal to t cube. Okay, so we have
since x is equal to t, y equal to t square, z equal to t cube, we have, നമുക്ക് എങ്ങനെ എഴുതാം, dx is equal to dt, dy equal to 2t dt, dz equal to t ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3t square into dt ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ടി സ്ക്വയർ, സെഡ് ഈക്വൽ ടു ടി ക്യൂബ്. മാത്രമല്ല നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 0 0 0 ഫ്രം 0 0 ടു 1 1 1 കൺസിഡർ ചെയ്യുമ്പോൾ ക്ലിയർലി ടി, നമ്മുടെ ടി വേരീസ് ഫ്രം 0 to 1. അപ്പർ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 1ഉം ആണ് വരുന്നത്. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ടിയുടെ വാല്യൂ 0, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ വൈയിലും സെഡിലും നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ടിൻ്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിലും അതുപോലെ തന്നെ അറ്റ് 1ലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലിമിറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ ഡോട്ട് ഡി ആർ കാൽക്കുലേറ്റ് ചെയ്യണം. So now we have vector A dot vector dr which is equal to, what is vector A? Vector A എന്ന് പറയുന്നത് 3x square plus 6y into I minus 14yzj plus 20xz square k. ഇതാണ് നമ്മുടെ വെക്ടർ എ. അപ്പോൾ ഇതേ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x സ്ക്വയർ പ്ലസ് 6y ഇൻറ്റു ഡി എക്സ് മൈനസ് 14yz ഡി വൈ പ്ലസ് 20xz സ്ക്വയർ ഡി സെറ്റ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വൈ സെഡിന് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ 3 ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് ടി സ്ക്വയർ, അപ്പോൾ 6 ഇൻറ്റു ടി സ്ക്വയർ. വാട്ട് ഈസ് ഡി എക്സ്? ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി തന്നെയാണ്, മൈനസ് 14 ഇൻറ്റു വാട്ട് ഈസ് വൈ ടി സ്ക്വയർ, വാട്ട് ഈസ് സെഡ് ടി ക്യൂബ്, വാട്ട് ഈസ് ഡി വൈ? ഡി വൈ എന്ന് പറയുന്നത് 2t ഡി ടി പ്ലസ് 20, വാട്ട് ഈസ് എക്സ്? എക്സ് ടി, വാട്ട് ഈസ് സെഡ് ടി ക്യൂബ്, അപ്പോൾ സെഡ് സ്ക്വയർ വരുമ്പോൾ ടി റൈസ് ടു 6. ഓക്കെ, വാട്ട് ഈസ് ഡി സെഡ്? ഡി സെഡ് എന്ന് പറയുന്നത് 3t സ്ക്വയർ ഇൻറ്റു ഡി ടി അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ പ്ലസ് 6t സ്ക്വയർ ചെയ്യുമ്പോൾ 9t സ്ക്വയർ, 9t സ്ക്വയർ ഡി ടി മൈനസ് ഇവിടെ 14 ഇൻറ്റു 2 ഉണ്ടല്ലേ, 14 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 28 മൈനസ് 28, ടി സ്ക്വയർ ഉണ്ട്, ടി ക്യൂബ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടി ഉണ്ട്. അപ്പോൾ എത്ര വരും? ടി റൈസ് ടു 2 പ്ലസ് 3 5 പ്ലസ് 1 6, ടി റൈസ് ടു 6 ഡി ടി പ്ലസ് 20 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 60, ഇവിടെ ടി ഇൻറ്റു ടി റൈസ് ടു 6 ഇൻറ്റു ടി റൈസ് ടു 2 ചെയ്യുമ്പോൾ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് നിങ്ങൾ 1 പ്ലസ് 6 7 പ്ലസ് 2 8, 7 പ്ലസ് 2 9, ടി റൈസ് ടു 9 ഇൻറ്റു ഡി ടി ആണല്ലോ. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1, ടിൻ്റെ വാല്യൂ റേഞ്ചസ് ഫ്രം 0 to 1, vector A dot vector dr which is equal to integral 0 to 1 9t square minus 28t raised to 6 plus 60 t raised to 9 into dt. എഴുതാലോ. So which is equal to 9t square and അതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ 9 into t square ഇൻ്റഗ്രൽ എന്താ, t cube by 3 minus 28 t raised to 6 ഉണ്ടത് t raised to 7 by 7 plus 60 into t raised to 10 by 10, limit 0 to 1.
ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് നിങ്ങൾ കൊടുത്തേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 9/3 മൈനസ് 28/7 പ്ലസ് 60/10. അതായത് ടിക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 1 ആണ് കിട്ടുന്നത്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആകും. അപ്പോൾ 9/3 എന്ന് പറയുന്നത് 3, 28/7 എന്ന് പറയുന്നത് 4, 60/10 എന്ന് പറയുന്നത് 6. അപ്പോൾ എത്ര കിട്ടും? 3 മൈനസ് 4 മൈനസ് 1 മൈനസ് 1 പ്ലസ് 6 ചെയ്യുമ്പോൾ 5. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട്. സോ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ് പഠിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.